മറിച്ചിടും. ഇത് ആരാധകരുടെ ഒരു ആവേശമാണ്. ആരാധകരുടെ ആവേശം ചില സമയത്തൊക്കെ അതിരടക്കാറുണ്ട്. ആരാധകരും പോലീസുകാരും ഒരുപോലെ എന്നാണ്. സ്നേഹിക്കാനും പറ്റില്ല, വെറുപ്പിക്കാനും. നമ്മൾ ചില ജോലി ചെയ്യുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവും. നമ്മൾ വാച്ചേ നോക്കില്ല, അതിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്ന് നോക്കില്ല, എത്ര സമയം പോയെന്നറിയില്ല, അതിന് എത്ര പൈസ ചെലവഴിച്ചെന്ന് ചിലപ്പോൾ ചിന്തിക്കില്ല. അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു ജോലി ഉണ്ടെന്നിരിക്കട്ടെ, അതിനാണ് യഥാർത്ഥത്തിൽ പാഷൻ എന്ന് പറയുന്നത്. Okay. Thank you very much, Ashraf Ka. Thank you very much. Ashraf Ka സ്ക്രീൻ ഷെയറിങ് വല്ലാതെ ചെയ്തിട്ടില്ല, അതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ഡോണ്ട് ബി അഫ്രൈഡ്. നമ്മളെ കൂട്ടത്തിലുള്ള ആളുകളാണ് നമുക്ക് വേണ്ടിയിട്ട് സ്ക്രീൻ ഷെയറിംഗ് ഒക്കെ ചെയ്തു തരുന്നത്. അതന്നെ വലിയ അപ്രീഷിയേറ്റബിൾ ആണ്. താങ്ക് യു അഷ്റഫ് ക, നല്ല രീതിയിൽ ഇത്രയും സപ്പോർട്ട് ചെയ്തതിൽ. ഓക്കെ, PPT ഓക്കെ ആണെങ്കിൽ ഷെയർ ചെയ്തോളൂ. ഇനി നമുക്ക് വേണ്ടിയത് ഓക്കെ. അപ്പോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇപ്പൊ ഒരാൾ നിങ്ങൾ കേട്ടു, അൻസിത ഓൺ ആക്കിയിരുന്നു. അൻസിതാക്ക് ഒന്നും കൂടി പറയാൻ പറ്റുമോ? എക്സ്പീരിയൻസ് ഒന്നുകൂടി പറയാം. അപ്പൊ PPT ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ഞാൻ കുറച്ച് പറഞ്ഞായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വോയിസ് മെസ്സേജ് വരുമ്പോൾ നമ്മളത് വീഡിയോ ആയിട്ട് തിരിച്ചയക്കുമ്പോൾ അവർക്കൊരു ചിരിച്ചുകൊണ്ട് എന്താണിത് ഇപ്പൊ ഇങ്ങനെ ആയോ എന്നുള്ള കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ ആളുകളുടെ കൂടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ആ അനുഭവം കിട്ടി. നേരത്തെ നമ്മൾ ഒറ്റയ്ക്ക് മാറിയിരുന്നാണ് വീഡിയോ ചെയ്തിരുന്നത്. പിന്നെ വേറൊരാളുടെ കൂടെ നിന്ന് വീഡിയോ ചെയ്യാൻ ഒരു മടിയില്ലാതെയായി. പുറത്ത് നിന്ന് വീഡിയോ ചെയ്യുന്നതിൽ ഒരു മടിയില്ലാതെ. അതൊക്കെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ മാറ്റങ്ങളാണ്. ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായി. കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. വീഡിയോയിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും വാക്കുകൾ കിട്ടുന്നുണ്ട്. നല്ല ഹാപ്പിയാണ് ആ ഒരു പ്രോഗ്രാമിൽ കണക്ട് ആയത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. PPT ഷെയർ ചെയ്യോ അഷ്റഫ് ക? ഇനി ഞാൻ ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ, നമുക്ക് ഇനി വേണ്ട വീഡിയോ ചലഞ്ച് കഴിഞ്ഞ് വീഡിയോ ചലഞ്ചിന്റെ എക്സ്പീരിയൻസ് ഇനി വഴിയെ കേൾക്കുക. കുറേ അധികം അൺലിമിറ്റഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് അന്ന് ചലഞ്ചേഴ്സ് ആയിട്ട് പങ്കെടുത്ത ആൾക്കാരൊക്കെ റെഡിയാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി പ്രൗഡ് മൊമെന്റിലേക്ക് നിങ്ങളെ ക്ഷണിക്കാണ്. ഇപ്പൊ കേരള സിസ്റ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോഗ്രാമാണ്. ഏതാണെന്ന് അറിയോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? വെരി ഗുഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഫിറ്റ് ലൈഫിനെ പ്രതികരിച്ചിട്ട് 4 ലാപ്പ് ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു കയ്യടി കൊടുത്ത്. വെരി ഗുഡ്. 4 കോർഡിനേറ്റേഴ്സ് ആണ് നമുക്കുള്ളത്. നെക്സ്റ്റ് സ്ലൈഡ് സാർ. 4 ഫസ്റ്റ് കോർഡിനേറ്റർ ആണ് നമ്മളെ ക്യാപ്റ്റൻ ആണ് രഘുനന്ദൻ സാറ്. സെക്കൻഡ് നാജിയ സിക്കന്ദർ. ഫോർത്ത് അൻസിത. ഫോർത്ത് അഷ്റഫ് പൈങ്കണ്ണൂർ. ഇങ്ങനെ 4 ക്യാപ്റ്റൻസ് ആണ് നമുക്കുള്ളത്. അപ്പോ ഇതിലുള്ള ചലഞ്ചേഴ്സ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ് സാർ. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇതിന്റെ തൊട്ട് മുന്നത്തെ കുറച്ചുകൂടി താഴെ, കുറച്ചുകൂടി മുകളിൽ. ആ വീഡിയോ ചലഞ്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഓക്കെ, ഇതാണ് നമ്മളെ ചലഞ്ചേഴ്സ്. ഓക്കെ, നല്ലൊരു കയ്യടി കൊടുത്തേ, നല്ല കയ്യടി കൊടുത്തേ. ഒരു കോച്ചിനെ വിശ്വസിച്ചുകൊണ്ട്, നമ്മളെ സിസ്റ്റത്തെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ആൾക്കാരാണ് ഇവര്. 4 ഓൾറെഡി ലാപ്പ് റൺ ആവുന്നുണ്ട്. അപ്പൊ ഈ ക്യാപ്റ്റൻസിനെ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും അവരിലേക്ക് ഇൻഫർമേഷൻ പാസ് ആവാനും അവരിലുള്ള വിഷമങ്ങള് ബുദ്ധിമുട്ടുകൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞ് അത് ക്യാപ്റ്റൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോർഡിനേറ്ററെ സെലക്ട് ചെയ്യാണ്, മിസ്സിസ് ഹസീന. ഓക്കെ, ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. ഇവരാണ് നമ്മളെ കോർഡിനേറ്റർ. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നിട്ടുള്ള പ്രോഗ്രാമുകളുടെ റീക്യാപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓൾ ഇവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. ഇവരിലും നമ്മൾ നല്ല ബെസ്റ്റ് ആയിട്ട് നടക്കുന്ന ചലഞ്ചേഴ്സിനെയും ബെസ്റ്റ് ആയിട്ടുള്ള ആക്റ്റീവ് കോർഡിനേറ്ററിനെയും നമ്മൾ തെരഞ്ഞെടുക്കും. അത് ക്യാപ്റ്റൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീക്ക് നടത്തിയ പ്രോഗ്രാം ഫ്ലെക്സ് 45 പ്രസന്റേഷന്റെ വീക്ക്ലി മീറ്റിംഗ് എല്ലാ ആഴ്ചയും വെനസ്ഡേ നടക്കുന്നുണ്ട്.
അതേപോലെ വീഡിയോ ചലഞ്ച് ടീമിന്റെ വീക്ക്ലി മീറ്റിങ്ങും എല്ലാ വ്യാഴാഴ്ചയും നടക്കുന്നുണ്ട്. അതേപോലെ പവർ ടീം സക്സസ് സ്റ്റോറി ടീമിന്റെ വീക്ക്ലി മീറ്റിംഗ് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നടക്കുന്നുണ്ട്. അതേപോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്രീ മാരത്തോൺ മീറ്റപ്പ് നടത്തിയിരുന്നു. അതിന്റെ സന്തോഷം എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്, മാരത്തോണിൽ വന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു ഘട്ടം വന്ന സമയത്ത് ഈ ഒരു പ്രീ മീറ്റ് നമ്മളെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഷക്കീൽ മാഡം പറഞ്ഞെന്ന് കൊടുത്തപ്പോ കുറച്ചധികം കോൺഫിഡന്റ് കൂടി എന്നുള്ള കാര്യം ഗസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു. നല്ല രീതിയിൽ കോൺഫിഡന്റ് കൂടിയിട്ടുണ്ട്. അപ്പൊ എല്ലാ ചലഞ്ചേഴ്സിനും അഭിവാദ്യങ്ങൾ. എല്ലാ ചലഞ്ചേഴ്സിനും എല്ലാവിധ അപ്രിസിയേഷനും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ ആഴ്ചകളിലും. നിങ്ങൾ ചലഞ്ചേഴ്സിന് വേണ്ടി മാത്രം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എങ്ങനെയാണ് ദൂരീകരിക്കുക എന്ന് നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മീറ്റപ്പ് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഒന്ന് ഹാപ്പി ടു ഹെൽപ്പ് എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഹാല 5 മണിക്ക് നടക്കുന്നുണ്ട്. മറ്റൊന്ന് എഡ്യൂക്കേഷൻ സെഷൻ. കൃത്യമായിട്ട് നമ്മുടെ സിസ്റ്റം എന്താണോ തരുന്നത് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നമ്മളെ ബുദ്ധി ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. നമുക്ക് സോഷ്യൽ മീഡിയ ടൂളുകൾ നമ്മളെ കമ്പനി തരുന്നുണ്ട്. ഒന്ന് പ്രോട്ടോകോൾ ആണ്, മറ്റൊന്ന് നൗ സൈറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, നിങ്ങൾ നോക്കുക. നല്ല കുറേ അധികം ഇൻഫർമേഷനുകൾ ഉണ്ട്. എച്ച് ഗ്രോ പകരം എച്ച് ലേൺ ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ബിസ് വർക്ക് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ ടൂളാണ്. ഇനി നമുക്ക് വേണ്ടിയിട്ട് അപ്കമിങ് പ്രോഗ്രാമുകൾ നമ്മൾ വെക്കുന്നത് എന്താണെന്നറിയോ? ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. നമ്മളൊരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ് വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രസന്റേഷൻ കോർഡിനേറ്റേഴ്സ് ആണ് ഇത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ആദ്യം തുടക്കം നിലക്ക് നമ്മളെ പ്രിയപ്പെട്ട അൻസാർക്ക് നമുക്ക് വേണ്ടി നടത്തി തരും. ഈ കോർഡിനേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഇതിന്റെ ഡെമോകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡെമോകൾ നമുക്ക് വേണ്ടിയിട്ട് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരും. ഇനി അപ്കമിങ് പ്രോഗ്രാം സുംബ, മിസ്സിസ് ഹൻസിത നയിക്കുന്ന സുംബ നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് വൈകാതെ തന്നെ ഓപ്പൺ ആവും. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ചധികം പ്രോഗ്രാമുകൾ ഉണ്ട്. പുതിയതായിട്ട് വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള മെന്ററിങ് ട്രെയിനിങ് നമ്മുടെ പ്രിയപ്പെട്ട ലീഡറിനെ വെച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. സൂപ്പർവൈസർ ആകാത്ത ആള് എന്നാൽ ആകണമെന്ന് ആഗ്രഹിക്കുന്ന നോൺ സൂപ്പർവൈസർ വർക്ക്ഷോപ്പ് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സൂപ്പർവൈസർ വർക്ക്ഷോപ്പ് ഒരിക്കൽ നമ്മൾ നടത്തിയ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ പാർട്ട് 2 നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോ ഇന്ന് നടന്ന ഫിറ്റ് ലൈഫിനെ അഭിമുഖീകരിച്ച് നടന്ന ഒരു പ്രോഗ്രാമാണ് ഫാമിലി മീറ്റപ്പ്. ഇതിന്റെ തൊട്ട് താഴെയുള്ള സ്ലൈഡ് സർ. ഫാമിലി മീറ്റപ്പ്. അതിൽ പങ്കെടുത്ത ആൾക്കാരെ ഒരു ഹായ് പറയോ? എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? അടിപൊളി, വാവ്, സൂപ്പർ, അടിപൊളി. നല്ല രീതിയിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മൈൻഡ് വാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇന്ന് രാവിലെ ഫിറ്റ് ലൈഫിൽ വെച്ച് നടന്നത്. കുറേ അധികം പാർട്ടിസിപ്പൻസ് ഉണ്ടായി. കുറേ അധികം നമ്മളെ ന്യൂട്രീഷൻ സെന്ററിൽ ഉള്ള ആൾക്കാരൊക്കെ വന്നു. അവർക്ക് ഗിഫ്റ്റ് കൊടുത്തു, സന്തോഷത്തിൽ പങ്കെടുത്തു. ഈ ഒരു കൂട്ടായ്മന്റെ പവർ മനസ്സിലാക്കി അവർ ഇമോഷൻ വരെ ആയി പല ഗസ്റ്റുകളും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നമുക്ക് വരുന്ന ഒരു അപ്കമിങ് പ്രോഗ്രാം വേൾഡ് ടീം സ്കൂൾ നമുക്ക് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നെക്സ്റ്റ് സ്ലൈഡ് സാർ. ANS വിഷൻ 2025 പങ്കെടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഹായ് പറയോ? ഒരു ഹായ് പറയോ? ഹായ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം? അത് പങ്കെടുത്ത ആൾക്കാർ നിലക്ക് ഓക്കെ. ആ പ്രോഗ്രാമില് പങ്കെടുത്തത് കൊണ്ടാണ് ഒരുപാട് കോൺഫിഡൻസ് വന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ നമുക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മളെ റെഡി മെറ്റീരിയൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രിയപ്പെട്ട അൻസാർക്ക് 1-to-1 ആയിട്ട് നമ്മളെ കോച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഡയമണ്ട് ക്ലബ് മെമ്പർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എന്താണോ പറയുന്നത് അത് മുഴുവനായിട്ട് കേട്ട് എന്താണോ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് മുഴുവനായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി റെഡി ആവുന്ന ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഇതിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നത്. ഓൾറെഡി ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ എക്സ്ക്യൂസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല അതിൽ. എക്സ്ക്യൂസ് മാറ്റിയിട്ട് നമ്മൾ എന്തൊക്കെ ജയിക്കാനുള്ള കാര്യങ്ങളുണ്ടോ അത് മാത്രം കേട്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു അജണ്ടയാണ് ഇതിലേക്ക് നമ്മൾ വെക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇതിലുണ്ടാവുക. ഓക്കെ, റെഡി മെറ്റീരിയലിലേക്കും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ നിങ്ങൾ അറിയും. ഇപ്പൊ ഇതിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം റെഡിയുള്ള ആൾക്കാർ. ഓക്കെ, ഇന്ന് ശനിയാഴ്ചയാണ്, മെയിൻ്റനൻസ് ഡേ പ്രോഗ്രാം ആണ്. നമ്മളെ പ്രിയപ്പെട്ട
പ്രൊമോട്ടർ ആയിട്ടുള്ള രഘുവേട്ടനും ധർമ്മേട്ടനും നിരന്തരം ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടിരുന്ന ഒരു കാര്യമാണ് നിങ്ങളെ മൊബൈൽ ഹാങ് ആവാതിരിക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാഴ്ച കഴിഞ്ഞ ആഴ്ചകൾ ഹാങ്ങായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന കാര്യം അതൊക്കെ മാറ്റിയിട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് പവർഫുൾ ആയിട്ട് നിൽക്കാനുള്ള ഒരു അടിപൊളി ഒരു പ്രോഗ്രാം, മെയിൻ്റനൻസ് പ്രോഗ്രാം ഇപ്പൊ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ പാർട്ടിസിപ്പൻസ് ആവുക. ഓക്കെ, ഇനി നമുക്ക് കേൾക്കാം. ഓക്കെ ഓക്കെ സ്പെഷ്യൽ സ്റ്റോറി പറയുന്ന ആൾക്കാർ, സ്പെഷ്യൽ സ്റ്റോറി വേണ്ടി വിളിക്കുന്ന ആൾക്കാർ ഫീഡ്ബാക്ക് 1 മിനിറ്റിലാണ് ഫീഡ്ബാക്കുകൾ പറയേണ്ടത്. ഫീഡ്ബാക്കുകൾ പറയുന്ന ആൾക്കാർ, ഇന്നത്തെ ഈ പ്രോഗ്രാം കണ്ട് ഫീഡ്ബാക്ക് പറയും. സക്സസ് സ്റ്റോറി പറയേണ്ട ആൾക്കാർ വെറും 3 മിനിറ്റിലാണ് നിൽക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട? ഓക്കെ, താങ്ക് യു വെരി മച്ച്. മാർക്യൂസിന്റെ ഒരു വേർഡ് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടാണ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും കോമ്പറ്റീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വയത്തോട് ചെയ്യുക. ഇതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് വാങ്ങാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുക. നമ്മുടെ സഹായം പ്രതീക്ഷിക്കുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ടായിരിക്കുക. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മാസവും സഹായങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ കൊടുക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തും. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. 2 കാര്യം ഉണ്ടെങ്കിൽ 2 കാര്യം വിദൂരത്താവും. ഈ ഒരു കാര്യം നമുക്കുണ്ടെങ്കിൽ എന്ന് പറയാറുണ്ട്. ഒന്ന് വിശ്വാസമാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ ഭയവും പേടിയും നമുക്ക് മാറും. ഹെർബാലൈഫ് എന്നുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ, ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 2 കാര്യങ്ങളും മാറും. വിശുദ്ധ ഖുർആനിൽ 13 പ്രാവശ്യമാണ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. വിശ്വാസം. ആ വിശ്വാസം നമുക്കുള്ളത് പോലെ തന്നെ ഈ ഹെർബാലൈഫിന്റെ വിശ്വാസം നമുക്കുണ്ടാവണം. അങ്ങനെയെങ്കിൽ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾക്കൊരു ഭയപ്പാടും ഉണ്ടാവില്ല, ഒരു പേടി ഉണ്ടാവില്ല എന്ന ഖുർആനിക വചനം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഏറ്റവും കൂടുതൽ വോളിയം പോയിന്റ് ഈ ആഴ്ചയിൽ ചെയ്തിട്ടുള്ള മിസ്റ്റർ നസീർ അന്തമാൻ സാറിനെ സാദരം നിങ്ങൾക്ക് മുന്നിലേക്ക് സ്ക്രീനിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട വാക്കുകൾ നമുക്ക് കേൾക്കാം. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. ഫസ്റ്റ് ഓഫ് ഓൾ, ഗുഡ് ഈവനിങ് സർ. നല്ലൊരു പ്രസന്റേഷൻ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീക്കിലി സെഷന് നമ്മൾ അനീഷ് മുഹമ്മദ് വളരെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നും കോർഡിനേറ്റ് ചെയ്തിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു കയ്യടി എല്ലാവരും കൊടുക്കുക അനീഷ് ആദ്യം. അതിന്റെ കൂടെ അവരുമായിട്ട് കട്ട സപ്പോർട്ട് നിൽക്കുന്ന എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഈ ഒരു ടീം വർക്ക് നമ്മളിതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് കുറച്ച് ആളുകളായിട്ട് ഇപ്പോൾ അത് നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ ആ ആളുകൾ സീരിയസ് ആണ്. എപ്പോഴും നമുക്ക് നല്ലൊരു പ്രോഗ്രാമിലേക്ക് ആളുകൾ ഇടിച്ചു കയറി വരും. ആഫ്റ്റർ അതിന്റെ എന്താ പറയാ കൺസിസ്റ്റൻസി കൊണ്ടുപോകാൻ പറ്റാത്ത പല ആളുകളും അതിൽ നിന്ന് കൊഴിഞ്ഞു പോകാത്ത സാധാരണ തന്നെയാണ്. അപ്പോ ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ഒരു സമയത്താണ്. നമ്മൾ എവിടെ പോയാലും നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് ഹെർബാലൈഫിൽ വരുമ്പോ രവി സാറ് പറയാറുണ്ട്, മോറൽ ഓഫ് ദ സ്റ്റോറി നമ്മളുടെ ഐഡിയിലേക്ക് നോക്കാനാണ് പറയാം. അപ്പോ നമ്മൾ സൂപ്പർവൈസർ ആയ അന്ന് മുതൽ നമ്മളെ മൈൻഡിൽ കയറിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് 2500 കട്ടാവാതെ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ വളരെ ചുരുങ്ങിയ 2-3 തവണ അത് കട്ടാവേണ്ട ഒരു സന്ദർഭം വന്നപ്പോൾ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ട്. അപ്പൊ നിരന്തരം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എനിക്കൊരു എന്റേതായിട്ടുള്ള ഒരു ബിസിനസ്, വലിയ ബിസിനസ് അല്ലെങ്കിലും നമ്മളേതായിട്ടുള്ള ഒരു ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ ഇവിടെ വന്നപ്പോഴും അത് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിലുള്ള ആളുകളെല്ലാവരും നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഒരു റിസൾട്ട് എന്തായാലും അധികം വൈകാതെ തന്നെ നമ്മൾ ഈ ഗ്രൂപ്പിൽ കാണാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോ ഒരുപാട് സ്ട്രഗിൾസുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലും സ്ട്രഗിൾസ് എടുക്കുന്ന ആളുകളുണ്ട്. നിരന്തരം ആക്ടിവിറ്റി ചെയ്തിട്ട് കസ്റ്റമർ ഇല്ലാത്ത സിറ്റുവേഷൻ ഒക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കും വന്നിട്ടുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ. പക്ഷെ അതിനെ ഓവർകം ചെയ്യാന് നമ്മൾ ഏതാണോ അവസരങ്ങൾ, എവിടെ പോയാലും അത് നേടിയെടുക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഗ്രൂപ്പിൽ നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസും എല്ലാവർക്കും നല്ല രീതിയിൽ പ്രചോദനം ആവുന്നുണ്ട്.
എല്ലാ ക്ലബിലും ഒറ്റക്കൊക്കെ ഇന്ന് ഫാറ്റ് ക്യാമ്പ് ചെയ്യുന്ന മിസ്റ്റർ ധർമ്മരാജന്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഇതിനൊക്കെ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ എന്താണ്, ഇതുപോലുള്ള നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ആ ഒരു വർക്ക് ഇവിടെ റിവ്യൂ ചെയ്യുന്നുണ്ട് ഓരോ ക്ലബിലും. അതുപോലെ തന്നെ ആരില്ലെങ്കിലും ഒറ്റക്ക് ഇറങ്ങുന്ന ഒരാളാണ് രഘുവേട്ടൻ. അപ്പൊ ഇവരുടെയൊക്കെ ഒരു മെന്റാലിറ്റി, ഇപ്പൊ അവർക്കൊക്കെ അതിനെ ചെയ്യാനുള്ള ഒരു ഊർജം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ എനിക്ക് പറയാവുന്നത് എന്റെ കൂടെയുള്ള ആളുകൾ, അതുപോലെ അൻസിഡ് അവിടെ ഇപ്പൊ അവിടെ ക്ലബിലൊക്കെ കാണുമ്പോ നമ്മൾ ഫസ്റ്റ് അവർക്ക് വേണ്ടി ഒരു ഫ്രഷ് പാർട്ടി ചെയ്യാൻ പോയപ്പോ അന്ന് മുതൽ നമ്മൾ ആഗ്രഹിച്ചതെന്നാണ് ആ ക്ലബ്ബ് നല്ല രീതിയിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലബ്ബായിട്ട് മാറണം എന്നുള്ളത്. അപ്പോ സിറ്റുവേഷൻ മാറി വരുമ്പോൾ നമ്മൾ അപ്ഡേഷൻ ആവണം എന്നുള്ള ഒരു മെസ്സേജ് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പല ക്ലബിലും അങ്ങനെയുള്ള എക്സസൈസും ഹാല ഇതുപോലുള്ള പല പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ട് കസ്റ്റമർ ബേസ് ഇൻക്രീസ് ചെയ്തിട്ട് എന്തായാലും മനുഷ്യത ആ ഒരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു സക്സസിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കിട്ടിയ സമയത്ത് നല്ല രീതിയിൽ എന്താ പറയാ അതിനെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഓരോരുത്തരും അവരവരുടെ ലീഡേഴ്സ് അല്ലെങ്കിൽ അവരവരുടെ കോച്ചുമാര്, സ്പോൺസർമാര് അവരാ നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും സ്മരണ നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവുക. അതുപോലെ നല്ലൊരു ഭാവി എല്ലാവർക്കും നല്ല നിറഞ്ഞു നിൽക്കുന്ന വോളിയം നടക്കുന്ന ഒരു ടീമാവട്ടെ നമ്മളുടെ ഫിറ്റ് ലൈഫിന്റെ ടീം എന്നുള്ളത് ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. എന്തായാലും അതിലെല്ലാവർക്കും കോൺഫിഡന്റ് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങള് വീക്കിലി നടക്കുന്ന ഓരോ ഭാഗവും അനീഷ് അതിന്റെ പ്രത്യേകം, അതിന്റെ പിന്നിൽ ഒരുപാട് വർക്ക് ഉണ്ട്. ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് അതിനൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോവുക. ക്യാപ്റ്റൻക്കും അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ അതിന്റെ കോർഡിനേറ്റർമാരൊക്കെ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെ വോയിസിലും അതിന്റെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നല്ല മെച്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ലീഡർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും. അപ്പോ കൺഗ്രാറ്റുലേഷൻ എല്ലാവർക്കും. നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് ഇതിന്റെ വിജയം നമുക്ക് ആഘോഷിക്കുന്ന ഒരു സുദിനം നമ്മളെ അടുത്ത് തന്നെ വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, നിങ്ങളുടെ വിലപ്പെട്ട വാക്കുകൾക്ക് നന്ദി. നെക്സ്റ്റ് നമ്മുടെ കൂട്ടത്തിൽ മാക്സിമം റീറ്റെയിൽ ഈ ആഴ്ച ചെയ്തിട്ടുള്ളത് 2 ആൾക്കാരാണ്. ഫസ്റ്റ് ഞാൻ വിളിക്കാൻ വേണ്ടി പോകുന്നത് മിസ്റ്റർ ഫൈസൽ പുറങ്ങ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഫൈസല്, സ്ഥലം പുറങ്ങാണ്. നമ്മളെ ഈ പ്രോഗ്രാമുകളൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ വർക്കിലാണെങ്കിലും മറ്റേത് രീതിയിലാണെങ്കിലും ഇതുപോലത്തെ ട്രെയിനിങ്ങുകൾ വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ഞാൻ ഈ മാസം എല്ലാവരും സപ്പോർട്ട് കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റിട്ടേൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മളെ കോച്ച് അനീഷ് ആയിക്കോട്ടെ, സീനിയർ കോച്ചുമാരായിക്കോട്ടെ, അവർ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആളുകളെ നമ്മൾ ക്ലബിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യം നമുക്കുള്ളൂ. ക്ലബിൽ എത്തിച്ചു കഴിഞ്ഞാൽ വളരെ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അവര് കറക്റ്റായിട്ട് റീറ്റെയിൽ എടുക്കുന്നുണ്ട്. ഫോളോ അപ്പും ചെയ്യാനും നമുക്ക് അവസരങ്ങൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും കണ്ടിന്യൂ ചെയ്യണം. ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും റീറ്റെയിൽ കൊടുക്കാനും നല്ല രീതിയിൽ വോളിയം പോലെ നടക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൽ നിങ്ങൾ എല്ലാവരും ക്ഷമയോട് കാത്തിരിക്കുക. ഇതിന്റെ ഒരു ക്ലോസിങ് നമ്മളെ പ്രിയപ്പെട്ട ലീഡർ, നമ്മളെ ക്യാപ്റ്റൻ വരാനിരിക്കുന്നുണ്ട്. മാക്സിമം കുറഞ്ഞ വാക്കുകളിൽ നിങ്ങൾക്ക് എന്താണ് ഈ സക്സസ് ആവാനുള്ള കാരണം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. ടൈം കീപ്പർ മിസ്സിസ് നാജിയ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വിളിക്കാൻ വേണ്ടി പോകുന്നത് ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ റീറ്റെയിലും അതേപോലെ ബിസിനസ് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുള്ള ആളെയാണ്. അവര് എറണാകുളത്തുകാരിയാണ്. നസീർക്ക പറഞ്ഞതുപോലെ ഫ്രഷ് പാർട്ടിയിലേക്ക് പോകുന്ന സമയത്ത് ആ ക്ലബ്ബ് നിറയണമെന്ന് ആഗ്രഹിച്ച് ഇപ്പൊ ആ ക്ലബ്ബ് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അവരെ നമുക്ക് സാദരം ക്ഷണിക്കാം. നിങ്ങളെ കയ്യടികളോടെ ആണ് അവർ വരിക. മിസ്സിസ് അൻസിത, എറണാകുളം, കമോൺ ടു ദ സ്ക്രീൻ. ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അൻസിത. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നസീർ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു കസ്റ്റമറും ഇല്ലാതിരുന്ന ദിവസങ്ങളിൽ ഞാൻ ക്ലബിൽ വന്ന് ഞാൻ ഷെയ്ക്ക് കുടിച്ചിട്ട് വീട്ടിൽ പോയ ദിവസങ്ങളുണ്ട്.
അപ്പോഴും എൻ്റെ ഉള്ളില് ഒരിക്കലും ഹെർബാലൈഫ് വിട്ടുപോകണമെന്ന് ഞാൻ ഒരു തുള്ളി പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എന്റെ സക്സസ് ഇരിപ്പുണ്ട്, എനിക്കറിയാം ഞാൻ അവിടെ എത്തും, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും എത്ര സ്ട്രഗിൾ വന്നിട്ട് പോലും ഹെർബാലൈഫ് വിട്ടു പോകണം എന്നുള്ള ഒരു ചിന്ത, ഒരു തോട്ട് പോലും എൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല. എനിക്കറിയാം ഞാൻ സക്സസ് ആകുമെന്ന്. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ വന്ന് ഷെയ്ക്ക് കുടിച്ചിട്ട് പോണ സിറ്റുവേഷൻ ഒരുപാട് ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് ചോദിക്കും എന്താ ഗ്രോത്ത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴും ഞാൻ പറയും വെയിറ്റ് ചെയ്യും, ഞാൻ സക്സസിലോട്ട് വരുമെന്ന്. അതിലെനിക്ക് കിട്ടിയ ഒരു ടൂളാണ് വൈകുന്നേരത്തെ എക്സസൈസ് സുംബ എന്നുള്ളത്. ഒരാളിൽ തുടങ്ങിയതാണ്. ഞാൻ വന്നു, ഒരാള് വന്നു, ഞങ്ങൾ രണ്ടുപേര് ചെയ്തു. എന്നിട്ടും ഞാൻ വിട്ടുകൊടുത്തില്ല. ചിലപ്പോ ആള് വന്നില്ലെങ്കിൽ പോലും ഞാൻ വന്ന് ക്ലബിൽ എക്സസൈസ് ചെയ്യുമായിരുന്നു. അങ്ങനെ റെഫറൻസ് കിട്ടി 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 കിട്ടിയാണ് എനിക്കിപ്പോ 16 പേര് എനിക്ക് സുംബയ്ക്ക് വേണ്ടി മാത്രം വരുന്നുണ്ട്. അതില് ഷെയ്ക്ക് എടുക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. 1-2 പേര് മാത്രമാണ് ഷെയ്ക്ക് എടുക്കാത്തവര്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയാണ്, എൻജോയ് ചെയ്തിട്ടുണ്ട്. ക്ലബില് നല്ല എൻജോയ്മെന്റ് ഉണ്ട്. ക്ലബ് നിറഞ്ഞ്, എന്റെ ആഗ്രഹം അതായിരുന്നു, എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോ രാജ് സാറ് വെച്ച മാരത്തോണില് എനിക്ക് ഈ ഒരു ടൂളാണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. കാരണം മാരത്തോൺ വർക്ക് നമ്മുടെ സുംബയുടെ ടൈമിൽ ഞാൻ പോയി മാരത്തോണിന്റെ കാര്യം പറഞ്ഞപ്പോ ഓരോരുത്തരും ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു വന്നു. അതിൽ നിന്നാണ് എനിക്ക് മാരത്തോണിലേക്കുള്ള കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. 4 കസ്റ്റമർ ഫുൾ സെറ്റ്, 2 സെറ്റ് എന്ന് വെച്ചാൽ 1 മന്ത് ഫുഡാണ് എടുത്തത്. 4 കസ്റ്റമർ, 2 കസ്റ്റമർ ഓരോ സെറ്റ് ഓൾറെഡി അവർ എടുത്തത് കൊണ്ട് ഓരോ സെറ്റ് ഫുഡ് എടുത്തു. അങ്ങനെയാണ് എനിക്ക് ഇത്രയും കൂടുതൽ റീറ്റെയിൽ ചെയ്യാൻ പറ്റിയത്. എല്ലാത്തിനും താങ്ക്സ് ഉണ്ട്. എന്തായാലും സക്സസ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ, ഉറപ്പാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് അൻസിത. പവർഫുൾ വേർഡ്സ്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വിളിക്കാൻ വേണ്ടി പോകുന്നത്, ഇപ്പോ നമ്മളെ എഡ്യൂക്കേഷൻ സെഷന്, നമ്മളെ ഹാപ്പി ടു ഹെൽപ്പ് സെഷനുകളൊക്കെ നടക്കാറുണ്ട്. അതിൽ നിരന്തരം സെഷനുകൾ കേട്ട് ഫീഡ്ബാക്കുകൾ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി വിളിക്കും. പല ആൾക്കാരും അതിനു വേണ്ടി ഉത്സാഹം കാണിക്കൂല. അവര് വിചാരിക്കും ഞാൻ പറയണ്ടല്ലോ, ഇപ്പോ ജാള്യതയാണ്. പക്ഷേ ആ ജാള്യത മാറ്റി വെച്ചിട്ട് എനിക്ക് കഴിയും എന്നുള്ളത് ഉള്ളിൽ നിന്ന് ഇൻട്രൻസിക് മോട്ടിവേഷൻ ആയിട്ട് വന്ന ഒരു പുതിയൊരു അസോസിയേറ്റ് ഉണ്ട്. അവരെ ഞാൻ ക്ഷണിക്കാൻ വേണ്ടി പോകുന്നത് മിസ്റ്റർ കബീർ പുറങ്ങ്. ഈ ആഴ്ച ഏറ്റവും കൂടുതൽ സക്സസ് സ്റ്റോറി അദ്ദേഹമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കേൾക്കുക. എന്താണ് നിങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത്? എനിക്ക് പ്രചോദനമായത് ഈ എന്നും ഞാൻ ഡെയിലി ക്ലബിൽ വരലുണ്ട്. വോയിസ് കുറവുണ്ട്. അപ്പോ എന്നും ഞാൻ ക്ലബിൽ വരലുണ്ട്. പിന്നെ എൻ്റെ കോച്ച്, അതുപോലെ തന്നെ എൻ്റെ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ അനീഷ് മുഹമ്മദ് സാറ് എനിക്ക് അടിപൊളി സപ്പോർട്ട് തരുന്നുണ്ട്. ഞാൻ എപ്പോഴും മടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്നെ മുന്നിലേക്ക് പറയൂ എന്ന് പറഞ്ഞിട്ട് എന്നെ പ്രേരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മാനസികമായിട്ടൊരു ധൈര്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ വിജയം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ഇനി പറഞ്ഞ ആൾക്കാരുണ്ട്, പക്ഷെ അവരെ ഞാൻ പരിചയപ്പെടുന്ന ഒന്ന് മിസ്സസ് ഹസീന. ഓക്കെ, അവർ സക്സസ് സ്റ്റോറി കോർഡിനേറ്റർ ആണ് ഓൾറെഡി. സീയിങ് ഇസ് ബിലീവിംഗ് എന്നല്ലേ, ആദ്യം ലീഡർ കാണിച്ചു കൊടുക്കുക, അവര് കാണിച്ചു തരുന്നുണ്ട്, മറ്റുള്ളവരും അതുപോലെ ഫോളോ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വിളിക്കാൻ വേണ്ടി പോകുന്നത് ഫ്ലെക്സ് 45 ടീം അംഗങ്ങളെയാണ്. അവരെ ഞാൻ ആദ്യമായിട്ട് മുക്ത കണ്ട് പ്രശംസിക്കണം. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഒരു ദിവസം കട്ടായിട്ടുണ്ടെങ്കിൽ day 1 മുതൽ സ്റ്റാർട്ട് ആവണം. പക്ഷേ അത് ആത്മാർത്ഥതയോട് കൂടിയിട്ട് പറയാൻ വാക്കുകളില്ല. അവരെ 30 ദിവസം വരെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷെ 25 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്ത് 26ാമത്തെ ദിവസം കട്ടായ day 1 മുതൽ സ്റ്റാർട്ട് ആണ്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഈവൻ ഞാനടക്കം 4 പ്രാവശ്യം കട്ടായ ആളാണ്. ഇന്ന് എന്റെ 22ാമത്തെ ദിവസമാണ്. ഓക്കെ, അപ്പൊ കൺസിസ്റ്റൻസി ഇതിലൂടെയാണ് നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റുക. നിരന്തരമായിട്ട് ഇപ്പൊ അടുത്ത് നമ്മളെ പ്രിയപ്പെട്ട ഫൈസൽക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു കടല മുട്ടായി വിൽക്കുന്ന ആളെ. എപ്പോ നെഗ്ലക്ട് കേട്ട് കഴിഞ്ഞാലും അദ്ദേഹം കടല വിൽക്കാനും ചിരിച്ചുകൊണ്ട് പോകും. ശേഷം എന്താ ഉണ്ടായത്, ആ കടല മുഴുവൻ ഒരു കടക്കാരൻ വാങ്ങി. അങ്ങനത്തെ ഒരു ദിവസം നമുക്ക് വരും. ഓക്കെ, അതിനു വേണ്ടി കാത്തിരിക്കുക. അപ്പൊ ഈ കൺസിസ്റ്റൻസി കൃത്യമായി പ്രവർത്തിച്ച് ഈ ഒരാഴ്ച ആയിട്ടുള്ളൂ നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഈ ഒരു ഫ്ലെക്സ് 45 ടീമിലേക്ക് വന്നിട്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ കോച്ചിനെ പോലെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്തിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ പെർഫോമർ ആയിട്ട് ഫ്ലെക്സ് 45 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റർ ഹക്കീം ഖാന്റെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേൾക്കാം. മ്യൂട്ടർ.
ഹലോ, ഞാന് Spotify സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോ നിങ്ങൾക്ക് 8 വയസ്സായി. നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മള് ഡെയിലി ആക്ടിവിറ്റി മറ്റുള്ളമാതിരി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതേമാതിരി ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സുകൾ മറ്റുള്ള ആളുകളൊക്കെ ഇത് എന്താണെന്നും ഈ പ്രോഗ്രാം എന്താണെന്നും എന്താ ഈ വിഷയം എന്നൊക്കെ ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് കൂടുതൽ ആളുകളിലേക്ക് ഞാൻ ഇപ്പോ ഫോൺ ചെയ്തിട്ടൊക്കെ ഓരോരുത്തരുടെ ഇന്ന വിഷയമാണ്, ഇന്ന പ്രോഗ്രാമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഡെയിലി ചെയ്യണം ആക്ടിവിറ്റി ആയാലും നമ്മളെ ഓരോ പ്രോഗ്രാമുകളല്ല പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആളുകളിലേക്ക് നമ്മൾ ചോദിച്ചിട്ട് നിങ്ങൾ ചോദിച്ചു വരുന്നവരോട് നമുക്കത് പറയാൻ കഴിയുന്നുണ്ട്. ഇതെന്താ വിഷയം, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ. പിന്നെ നമുക്ക് എന്നും ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഊർജം അത് വേറെ തന്നെയാണ്. ഇത് കൺസിസ്റ്റന്റ് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനെല്ലാം എന്നെ സഹായിച്ച എൻ്റെ കോച്ചിനും എൻ്റെ പ്രത്യേകമായ അനീസ് മോഹൻ സാറിനെ എല്ലാം താങ്ക്സ് പറയുന്നു. അൻസിത സിക്കുന്ന മാഡം അവർക്കൊക്കെ എൻ്റെ താങ്ക്സ് പറയുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഹക്കീംക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, ഒരു ഫ്ലെക്സ് 45 ഒരു ചലഞ്ചർ ആയിട്ട് വന്നു ശേഷം ചലഞ്ചർ അത് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്ത് ആരും നോക്കൂല. ഇപ്പൊ നേരത്തെ നസീർക്ക പറഞ്ഞതുപോലെ ഒറ്റക്ക് ഫാറ്റ് ക്യാമ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് ഉയർന്ന് ക്ലബ്ബ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവനാണ്. ഇന്ന് അദ്ദേഹം ഫ്ലെക്സ് 45ന്റെ കോർഡിനേറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് സാദരം ക്ഷണിക്കാം. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് മിസ്റ്റർ ധർമ്മരാജൻ സാർ. ഗുഡ് ഈവനിങ് സാർ. എന്താ പറയണ്ടേന്ന് അറിയില്ല. ഇതില് വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെ ഇപ്പൊ എല്ലാവർക്കും കൂടിയുള്ള ഒരു സഹകരണമാണ് ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു വിജയം. സഹകരണത്തിന്റെ മുന്നേയുള്ള സഹകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. എല്ലാം തുടങ്ങി വയ്ക്കും, അത് അവസാനിപ്പിക്കാൻ കഴിയാറില്ലായിരുന്നു. ഇപ്പോ അൻസാർക്കന്റെ ANS ഓർഗനൈസേഷനിൽ നമ്മൾ വന്നതിന് ശേഷം അതിന് ശേഷമാണ് നമുക്ക് ഒരു ഉന്മേഷവും ഉണർവും ഒക്കെ കിട്ടിയത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കറക്റ്റായിട്ട് അറിയായിരുന്നു. അത് പ്രാവർത്തികമായിട്ട് കൊണ്ടുവരാൻ പറ്റിയത് NS വിഷനിലൂടെ നമ്മൾക്ക് കിട്ടിയ ആ വീക്ഷണം ഇപ്പോ അനീഷ് മുഹമ്മദ് അത് ഏറ്റെടുത്ത് നടക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് സക്സസ് ഉണ്ടാവും. കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പം നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലം നിശ്ചലൊക്കെ പറഞ്ഞ ഒരു ദിവസം കാണാതിരിക്കില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ധർമ്മേട്ട. കണ്ടിന്യൂ ചെയ്യുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പോ ഇനി അവസാനത്തെ കലാശക്കൊട്ടിലേക്ക് കടക്കുകയാണ്. ഇനി കുറെ ആൾക്കാരെ കൊണ്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളെ ടൈം കുറവായത് കൊണ്ടാണ് ഞാൻ വിളിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ പ്രിയപ്പെട്ട ക്യാപ്റ്റനെയാണ്. ഇതിന്റെ കൺക്ലൂഷൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആക്ഷൻ പ്ലാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട നമ്മളെ ക്യാപ്റ്റനെ സാധനം ക്ഷണിക്കുന്നത്. അവരെ സംബന്ധിച്ചോളം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല് ആ കെയർ. നമ്മളെ സ്വന്തം മക്കളെ പോലെ 4 മക്കളാണ് അവർക്കെങ്കിലും 47 ന്യൂട്രീഷൻ സെന്ററിനെ ആ മക്കളെ എങ്ങനെയാണ് ഒരു തള്ളക്കോഴി നോക്കുക അതുപോലെ വാക്കുകൊണ്ടും സംസാരം കൊണ്ടും അവരുടെ വർത്താനം കൊണ്ടും അവരുടെ കെയർ കൊണ്ടും നോക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് അവര്. അവരെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഇന്ന് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. 8 വർഷത്തെ എക്സ്പീരിയൻസ്, വിലപ്പെട്ട വാക്കുകൾ നമുക്ക് കേൾക്കാം. മിസ്സിസ് ഷക്കീല അൻസാർ, കം ഓൺ ടു ദ സ്ക്രീൻ. Good evening. ഗുഡ് ഈവനിങ് മാഡം. Good evening. Good evening, ma'am. ഓക്കെ, എന്തായാലും ഈ ഒരു ഗ്രൂപ്പ് എടുത്ത എഫേർട്ടിന്റെ ഫലം ഓരോ മാസങ്ങൾ വരുമ്പോഴും ഇംപ്രൂവ്മെന്റിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും ഓളിയം പോയിന്റ് ആവട്ടെ, ഓർഗനൈസേഷൻ ഓരോരുത്തരുടെ പേഴ്സണൽ വർക്ക് ആവട്ടെ, ഓർഗനൈസേഷൻ വർക്ക് ആവട്ടെ, താഴെ പോവാതെ നോക്കണം. ഈ ഒരു കൂട്ടായ്മ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്.
ഇവരെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ആ ഒരു മാറ്റം രാജകുമാർ സാറിന് നമ്മൾക്ക് കാണിച്ചു കൊടുക്കണം. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ തന്നെ ഇന്നലെ രാജ് സാർ അൻഷിതയുടെ പേര് വിളിച്ചപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി. അൻഷിത എന്ന് വിളിച്ച് സംസാരിച്ചിട്ട് ഒരു സൂപ്പർവൈസർ ഒരു ലാപ്പ് റൺ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ റോൾ മോഡലായിട്ട് ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ആര് രാജ് സാറ് പറഞ്ഞാലും അത് നമ്മുടെ വിജയം തന്നെയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്ന സമയത്ത് ഒരുപാട് സന്തോഷായി. കാരണം നമ്മുടെ ടീമിന്റെ പേരെടുത്ത് കാണിച്ചല്ലോ. അതോടൊപ്പം തന്നെ ഇന്നലെ വേറൊരു മീറ്റിംഗ് പ്രീ മീറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വെൽനസ് സെമിനാറിന്റെ പ്രീ മീറ്റ്. ഈ വെൽനസ് സെമിനാറിന്റെ പ്രീ മീറ്റ് വരുന്ന സമയത്ത് ലീഡേഴ്സിനോട് ചോദിക്കുകയാണ്, നിങ്ങളെ ക്ലബിൽ നിന്ന് എത്ര അസോസിയേറ്റ് സ്റ്റോറി ഉണ്ട്, സൂപ്പർവൈസർ സ്റ്റോറി, അങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോഴും എനിക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാനും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു ഇതില് വൈസ് ക്യാപ്റ്റൻ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. വൈസ് ക്യാപ്റ്റന്റെ ഈ ഒരു ഐഡിയ പ്രകാരമാണ് ഇത് ഈ ഒരു ഇത്രയും ഗ്രൂപ്പുകൾ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ എല്ലാം കറക്റ്റ് ടൈമിൽ കിട്ടുന്നുണ്ട്. എല്ലാ റിപ്പോർട്ടും, അല്ലെങ്കിൽ സാധാരണ എനിക്ക് ആ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അവരെ വിളിച്ചിട്ടും ഓരോ ക്ലബ് ഓണേഴ്സിനെ വിളിച്ചിട്ടും ആ സമയത്ത് കിട്ടാൻ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കമ്മ്യൂണിറ്റി, നമ്മളൊരു പുതിയ ഫിറ്റ് ലൈഫ് ക്യാപ്റ്റൻസ് ഗ്രൂപ്പ് വന്നതിന് ശേഷം ഞാൻ വളരെ സമാധാനത്തോട് കൂടിയിട്ട് ട്രെയിനിങ്ങിന് ഇരുന്നിട്ട് എനിക്ക് വേഗം റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾക്ക് സ്റ്റേജിൽ കയറാനുള്ള അവസരം എനിക്ക് വേഗത്തിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം എത്ര അസോസിയേറ്റ് ഉണ്ട്, എന്റെ 4 സ്റ്റോറി ഉണ്ടാവും, എത്ര സൂപ്പർവൈസർ ഉണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്റെ 4 സൂപ്പർവൈസർ സ്റ്റോറി ഉണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവിടെ നമുക്ക് പേര് ഫില്ല് ചെയ്യാനും എല്ലാത്തിനും എന്റെ ടീമിലുള്ള ആളുകളെ എനിക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു ടീമിന്റെ വർക്ക് കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഓളിയം പോയിന്റിന്റെ കാര്യമാവട്ടെ, അപ്പൊ അതിലെല്ലാം തന്നെ ഓരോ മാസം കൂടുമ്പോഴും നല്ലൊരു റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി എല്ലാവരുടെയും ഓളിയം പോയിന്റിൽ കാണിക്കണം. ഓളിയം പോയിന്റിൽ കാണിക്കാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ രാജകുമാർ സാറിന്റെ ടൂർ ക്വാളിഫിക്കേഷന്റെ ഉള്ളില് ഉണ്ടായിരിക്കണം. ആ ടൂർ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ആദ്യം ഒരു ചാർട്ടിൽ എഴുതി വെക്കണം. എഴുതിയതിന് ശേഷം അത് ഏതിലേക്ക് വർക്ക് ചെയ്താൽ, എങ്ങനെയൊക്കെ വർക്ക് ചെയ്താൽ അവിടെ എത്താൻ പറ്റും എന്നുള്ളത് ആദ്യം പഠിക്കണം. എന്നാൽ മാത്രമാണ് ആ ഒരു അച്ചീവ്മെന്റിന്റെ ഉള്ളിൽ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് രാജ് സാറിന്റെ ടൂറിന് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വരാൻ സാധിക്കട്ടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക. ഒരു മാസം പണിയെടുത്ത് ആ മാസം ക്വാളിഫിക്കേഷൻ ആയിട്ടില്ല എന്ന് വെച്ചിട്ട് ടെൻഷൻ ആവേണ്ട. നമുക്ക് നെക്സ്റ്റ് ടൈം അത് എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവരുടെയും ക്ലബില് കസ്റ്റമറുടെ ഒക്കെ വെക്കുക മാക്സിമം. അൻഷിതൊക്കെ അത്യാവശ്യം നമ്പർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. പിന്നെ വേറെന്താന്ന് വെച്ചാല് ഈ ഒരു കൂട്ടായ്മ മീറ്റിംഗ് വരുമ്പോ നമ്പർ വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. ഓരോ ക്ലബ് ഓണേഴ്സിന്റെ താഴെ വരുന്ന നമ്പർ കുറയാതെ ശ്രദ്ധിക്കുക. അവർക്ക് ഇതിന്റെ ഒരു വാല്യൂ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം ഇതുപോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവുള്ളൂ, നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മാക്സിമം ഒരു ഇവന്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവന്റിന് വേണ്ടി വർക്ക് ചെയ്യാന്ന് എപ്പോഴും ലീഡേഴ്സ് പറയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇനി നാളെ നടക്കാൻ പോകുന്നത് നമ്മുടെ വെൽനസ് സെമിനാർ ആണ്. വെൽനസ് സെമിനാറിന് ആഫ്റ്റർനൂൺ ബ്രേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാം. അപ്പൊ എല്ലാവരും അവിടെ അസംബിൾ ആവുക, ഗസ്റ്റിനെ ഒക്കെ ഒന്ന് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് സെമിനാർ കഴിഞ്ഞതിന് ശേഷം പുതിയ ഗസ്റ്റുകൾ അസോസിയേറ്റ് അവർക്കൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. അതിന് ഡേറ്റ് പറയാം. അത് ഏതായാലും 2-3 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് ക്ലോസിങ് കൊടുക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ പുതിയ കസ്റ്റമേഴ്സിന് ഓൺലൈനോ ഓഫ്ലൈനോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാ ലീഡേഴ്സും സംസാരിച്ച്, ഇപ്പൊ നസീർക്ക ആൻഡമാൻ ദ്വീപിൽ നിന്ന് സംസാരിച്ച്. അപ്പോ എല്ലാ ലീഡേഴ്സും പറയുന്ന കാര്യങ്ങൾ അവർ വന്ന വഴികളാണ്. അപ്പോൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വിജയം ഹെർബാലൈഫിൽ നിന്ന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. നാളെ ഹാപ്പി ആയിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. പല ടെൻഷനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റി വെച്ച് നാളെ സെമിനാർ നല്ല എപ്പോഴും ട്രെയിനിങ് ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ എല്ലാ വിഷയങ്ങളും മറന്ന് ട്രെയിനിങ് എടുക്കാനായിട്ട് പോവണം. പഠിക്കാനുള്ള ആ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് പഠിക്കാൻ തയ്യാറാവണം. എല്ലാവരും ബുക്ക് പേന ഒക്കെ കോച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ
അപ്ലൈയിങ് കോച്ച് ചീത്ത പറയുമെന്ന് വെച്ചിട്ട് അങ്ങനൊന്നും ട്രെയിനിങ്ങിന്റെ ഉള്ളിലേക്ക് വരരുത്. ട്രെയിനിങ് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും രക്ഷപ്പെടാനാണ്. അപ്പോ കോച്ചിനെ പേടിച്ചിട്ടോ കോച്ച് ചീത്ത പറയോ അങ്ങനൊന്നും ആയിട്ട് ആരും വരാതിരിക്കുക. ലൈഫിൽ രക്ഷപ്പെടാന് സാധാരണക്കാർ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് മാറ്റം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോ നോർമൽ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി ലൈഫ് സ്റ്റൈൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വർക്ക് ചെയ്യണം. അപ്പൊ ഓക്കെ, എല്ലാവരെയും നാളെ കാണാം. എല്ലാവരും സെമിനാറിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ടാറ്റ.